സമയം ഒരുപാടായി ജ്യോതി മുറിയിലേക്ക് പോയിട്ട്. പാതി വഴിക്ക് പൂജ ഇങ്ങനെ മുടക്കി നിർത്തുന്നത് ശരിയാണോ? ജ്യോതിയെ കൊണ്ട് തന്നെ കഥ വായിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് അമ്മ തന്നെയല്ലേ? പുതിയ മരുമോള് വന്നപ്പോ അമ്മ മായേച്ചിയെ കറിവേപ്പില പോലെ ഒഴിവാക്കി. അത് ഗുരുവായൂരപ്പനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏകാദശി മാഹാത്മ്യം വായിക്കാൻ അവൾക്ക് ധൈര്യമില്ല. അത് തുറന്നു പറയാനുള്ള മടി കൊണ്ടാ ഒന്നും മിണ്ടാതെ അവൾ എണീറ്റ് സ്ഥാനം വിട്ടത്. അമ്മേ, ഞാനമ്മയെ കുറ്റപ്പെടുത്തുകയല്ല. പുതിയ മരുമകൾ ഏകാദശിയുടെ കഥ വായിക്കട്ടെ എന്ന് അമ്മ വിചാരിച്ചതില് ഒരു തെറ്റുമില്ല. പക്ഷേ അവളെ കൊണ്ട് അതിന് സാധിക്കുമോ എന്ന് അമ്മ നേരത്തെ ചോദിക്കാഞ്ഞത് ഒരബദ്ധമായിപ്പോയി. സംഭവിച്ചത് കഴിഞ്ഞു. പൂജ മുടങ്ങാതിരിക്കാൻ ഇനി എന്തു വേണമെന്ന് അമ്മ തന്നെ തീരുമാനിച്ചാൽ മതി. പൂജ തീരുന്നതുവരെ നമ്മുടെ അമ്മായിയമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി എല്ലാരും കൂടി ആക്ഷേപിച്ചത്. ജ്യോതി പൂജ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് സത്യം തന്നെയാ. അത് നിങ്ങൾക്കുള്ള വിഷമവും എനിക്കറിയാം. അമ്മേ, ഞാൻ പറഞ്ഞു തീരട്ടെ. ജ്യോതിയെ കുറ്റം പറയാൻ നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു. ഈ വീട്ടിലെ അവിടെ സ്ഥാനം എന്താ, അതുപോലെ നിങ്ങളുടെ സ്ഥാനം എന്താ? ഇതുവരെ ഈ വീട്ടിൽ നടന്ന പൂജയ്ക്കെല്ലാം മുന്നു വന്നത് മായയാണ്. അതെന്തുകൊണ്ടാ? എനിക്കൊരു മരുമകൾ ഇല്ലാത്തത് കൊണ്ട്. സുപ്രിയ ഉണ്ടായിരുന്നെങ്കിൽ അവളല്ലേ ഈ പൂജ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ പറ. ഇപ്പൊ സുപ്രിയയുടെ സ്ഥാനത്ത് ജ്യോതി വന്നു. നിങ്ങളൊക്കെ എന്റെ ചെറുമക്കളുടെ ഭാര്യമാരാ. പക്ഷെ അവളോ എന്റെ മകന്റെ ഭാര്യ. എന്നും നീ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞങ്ങൾക്ക് സമാധാനം കിട്ടും. വളവളാന്ന് സംസാരിക്കില്ല, എന്നെ ശല്യപ്പെടുത്തില്ല. വെരി ഗുഡ്. നിന്റെ മൂകാവിനെയും കാണുന്നതിനേക്കാൾ നല്ലത് നീ വാ തുറന്ന് സംസാരിക്കുന്ന. മതി 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 മതി, നിർത്ത്. ഞാൻ നോക്കട്ടെ. വാ. പത്മാവതിയമ്മേ, ഇനി പൂജ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇറങ്ങുക. ഇനി വീട്ടിലെത്താൻ താമസിച്ചാൽ കുട്ടികളുടെ അച്ഛൻ തിരക്കി വരും. നിക്ക് വിമലേ, പൂജ നടക്കും. അതെ അതെ, മായച്ചി പൂജ ചെയ്യും. ഇല്ല, ഞാൻ ഈ പൂജ ചെയ്യില്ല. ഞാൻ ഈ പൂജ ചെയ്യണമെങ്കിൽ അത് അമ്മ തന്നെ പറയണം. അമ്മയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഈ വീട്ടിൽ ഒന്നും നടക്കാൻ പാടില്ല. അമ്മയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ പിടിവാശി കൊണ്ട് ഏകാദശി പൂജ മുടങ്ങിയെന്ന് ആരും പറയുന്നത് എനിക്കിഷ്ടമല്ല. മായേ, നീ തന്നെ പൂജ ചെയ്തു. പുസ്തകം എടുത്ത് വായിക്കും മായേച്ചി. ഉച്ചത്തിൽ വായിക്കും, എല്ലാരും കേക്കട്ടെ.
പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. ആ, എന്തായിരുന്നു അകത്ത് കാര്യമായ പ്രാർത്ഥന? അത് വെറുതെ ആയിപ്പോയി. ഇല്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിൽക്കില്ലായിരുന്നു. ദൈവങ്ങൾക്കും പക്ഷപാതം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പോ പ്രാർത്ഥിച്ചത് ഞാൻ ഇനി നിന്നെ കാണാൻ ഇവിടേക്ക് വരരുതേ ഭഗവാനെ എന്നാണ് അല്ലേ? അതെ, നീ വരരുതെന്ന്. അതാണ് നീ വിചാരിക്കുന്നതല്ല ദൈവം തീരുമാനിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നെ ഇങ്ങനെ അടുത്തൊന്ന് കണ്ടിട്ട് എത്ര ദിവസമായി? അതൊക്കെ കഴിഞ്ഞ കാര്യം. നിങ്ങളെ കാണാൻ എനിക്കിപ്പോ ഒരു ആഗ്രഹവും ഇല്ല. പോ. വരാതിരിക്കാൻ ഞാൻ ആവുന്നത് നോക്കി. മരിച്ചാലോന്ന് പോലും ചിന്തിച്ചു. പക്ഷെ ഞാൻ പോയ നീ ഈ ലോകത്തൊറ്റയ്ക്കായി പോവില്ലെന്ന് ഓർത്തപ്പോ നിന്നെ വിട്ടിട്ട് പോകാനൊരു മടി. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും ഒരുമിച്ച്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇടപാട്, അത് മതി. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഒന്നിനും ഇനി ഞാനില്ല. ഒരിക്കൽ ഞാനൊരു അബദ്ധം കാണിച്ചു, ഇനിയില്ല. മര്യാദയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. ദേ, ഇത് സന്ധ്യാസമയമാ. ഇതുപോലെ കൊലച്ചിരിച്ചിരിക്കാൻ പറ്റിയ നേരമല്ല. നാമം ജപിക്കാനും നല്ലത് പ്രാർത്ഥിക്കാനും മാത്രമാണ് ഈ സമയം. ആട്ടിയിറക്കാൻ എന്നെ നിർബന്ധിക്കരുത്. അല്ല, നിന്റെ മനസ്സിലുള്ളതല്ല വാക്കുകളിൽ കൂടെ പുറത്തു വരുന്നത്. നിന്റെ മനസ്സ് ഞാൻ പോകല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. പക്ഷെ എന്റെ ആഗ്രഹം നിങ്ങൾ ഈ നിമിഷം ഇവിടുന്ന് പോണോന്ന് തന്നെയാ. അതെ, നീ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ ഞങ്ങളത്ര വിഡ്ഢികളൊന്നുമല്ല. നീ വെറുതെ കള്ളം പറയണ്ട. നീ ഈ പുറമേ ഭാവിക്കുന്നൊന്നുമല്ല നിന്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയാം. നീ ചെയ്യുന്നതൊക്കെ DKക്ക് വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ പിന്നെ ഇതുവരെ നീ ഭക്ഷണം കഴിക്കാതിരുന്നത് എന്താ? ഇവള് പറയുന്നത് മുഴുവൻ കള്ളത്തരമായിച്ചി. ഇവള് വ്രതം എടുത്തതേ DKക്ക് വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ ഇവള് എപ്പോഴേ ഭക്ഷണം കഴിച്ചാന്. ദ്വാദശി ദിവസം രാവിലെ സൂര്യോദയം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് രാഹുകാലം കഴിയുന്നത് വരെ ഉപവാസം ഇരിക്കണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിന് രാഹുകാലം എപ്പോഴേ കഴിഞ്ഞു. സമയം ഇപ്പോ 9:30 മണിയായില്ലേ? 9 മണി വരെയല്ലേ രാഹുകാലം? അല്ല, 9:30 മണിയായെന്നോ? അല്ലെങ്കിൽ ക്ലോക്കിൽ ചെന്ന് നോക്ക്. അയ്യോ, ചുമ്മാതല്ല എനിക്ക് വിശക്കുന്നത്. മായച്ചൻ ചിത്രം എന്തിനാ ചിരിക്കുന്നത്? നിനക്കും ചിരിക്കാം. എന്നുവെച്ചാ വാ പറയാം. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ചുമ്മാതല്ല ഇത്രയ്ക്ക് അങ്ങോട്ട് വിശന്നത്. രാഹുകാല സമയം കഴിഞ്ഞിട്ടും നീ ആഹാരം കഴിക്കാതിരുന്നത് DKയോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കാനാണോ? അയ്യോ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചതേ തെറ്റാണ് മരുമക്കളെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപവാസം ഇരുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ എന്നെ കൊണ്ട് ഈ പൂജ ചെയ്യാൻ പറ്റൂന്ന് നിങ്ങളുടെ മുമ്പിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തത്. ഞാൻ നിന്നെ സമ്മതിച്ചു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് വലിയ ബഹുമാനം തോന്നുവാ. ഈ വീടിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്യാൻ നിനക്ക് സാധിച്ചല്ലോ. നിന്നോട് എനിക്കിപ്പോ ഒരു ദേഷ്യവും ഇല്ല, മനസ്സിലുള്ള വിരോധവും. അയ്യോ, ബേട്ടി, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇഡ്ലി, സാമ്പാർ ആൻഡ് ചട്നി. എന്താ മോളെ നീ കാണിച്ചത്?
ഇത്രയും വിശപ്പ് സഹിച്ച നിനക്ക് കുറച്ചു നേരം കൂടി കാത്തുകൂടായിരുന്നോ? വ്രതം മുഴുവൻ തെറ്റിയല്ലോ മോളെ. ഏകാദശിയുടെ ഐതിഹ്യം നീ നന്നായി വായിച്ചപ്പോ അമ്മ കരുതി നീ വ്രതം കംപ്ലീറ്റ് ആക്കുന്നു. നീ തന്നെ ഇതെല്ലാം തകർത്തല്ലോ മോളെ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. രാഹുകാലം കഴിഞ്ഞ് സമയം ഇപ്പൊ 9:30 മണിയായില്ലേ? പിന്നെന്താ? 9:30 മണിയോ? ആ ദേ നോക്ക്. സമയം ഇപ്പൊ എങ്ങനെ മാറി? അമ്മ ഞാൻ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം പോയില്ലേ? നിന്നെ കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റില്ലെങ്കിൽ അതാദ്യം പറയണ്ടേ? എങ്കിൽ പിന്നെ പൂജ ചെയ്യാൻ അമ്മ നിന്നെ നിർബന്ധിക്കുമായിരുന്നോ? എല്ലാ വർഷവും ഞാൻ ഈ പൂജ ചെയ്തത് വ്രതനിഷ്ഠ ഒട്ടും തെറ്റിക്കാതെയാ. നീ അതെല്ലാം തെറ്റിച്ചു. ഭർത്താവിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് അക്കാര്യത്തിൽ ഇന്നേ വരെ എനിക്ക് ഒരബദ്ധവും പറ്റിയിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? നിങ്ങൾ എന്നെ തടഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. ഞാനെന്താ വഴക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ജനിച്ചാണെന്ന് തോന്നുമല്ലോ. കണ്ണും കാതും തലയും ഒക്കെ എനിക്കുണ്ട്. ഞാൻ സെൻസ്ലെസ്സും യൂസ്ലെസ്സും ഒന്നും അല്ല. ഈ പറയുന്നതിനൊക്കെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ തേച്ചാലും മാച്ചാലും പോവില്ല. പറഞ്ഞേക്കാം. എന്നോട് നിർത്താൻ പറയാൻ താനാരാ? ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ എന്നെ തിരിച്ചിങ്ങോട്ട് ചീത്ത പറയാനല്ലേ? അതിപ്പോ വേണ്ട. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? നിർത്താനല്ലേ പറഞ്ഞേ? ഇനിയൊരു അക്ഷരം മിണ്ടിയ തയ്യക്കടക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി നിന്റെ വായ സ്റ്റിച്ചിട്ട് ഞാൻ. മനസ്സിലായി? ബേക്കറിക്കാരി. എന്റെ ചെവി അടിച്ചുപോയി. മാലപ്പടക്കം പൊട്ടുന്ന പോലെയല്ലേ വർത്താനം പറയുന്നത്? ആഹാ, നിങ്ങളുടെ ചെവി മാത്രല്ല എന്റെ ചെവി അടിച്ചുപോയി. നിന്നോടൊക്കെ സംസാരിക്കാൻ നിന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇഡിയറ്റ്. ഹലോ 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 ഹലോ, നിക്ക് 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 നിക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? ഹിറ്റ്ലർ, ഞാൻ പറഞ്ഞു തീർന്നില്ല. മുഴുവൻ കേട്ടിട്ട് പോയാ മതി. മറുപടി നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. അതെ, അപ്പൊ പേടിയുണ്ട്. ഈ ടെക്നിക്ക് കൊള്ളാലോ. ഇങ്ങോട്ട് പറയുന്നതിട്ട് 4 ഇരട്ടി അങ്ങോട്ട്. അപ്പൊ മിണ്ടാതെ ഒഴിഞ്ഞ് രക്ഷപ്പെട്ടങ്ങ് പൊയ്ക്കോളൂ. ഇനി ഈ ഐഡിയ ഫോളോ ചെയ്തോളാ. ചുമ്മാതല്ല പെണ്ണുങ്ങളോട് മുട്ടാൻ ആണുങ്ങൾ മടിക്കുന്നത്. ഈ നാക്ക് മതി, ഞാൻ ഏറ്റു. ഇഞ്ചക്ഷനോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. മാറ്റി മാറ്റി മാറ്റി, അങ്ങോട്ട് മാറ്റി, എനിക്ക് പേടിയാന്ന്. എന്തെടുത്ത് മാറ്റാൻ? ഡോക്ടർ ഇഞ്ചക്ഷൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞു. അയ്യോ, ഇഞ്ചക്ഷൻ എടുത്തോ? ഇവിടെയാണോ എടുത്തേ? ചുമ്മാതല്ല, എനിക്കിവിടെ വേദന. ബേട്ടി, അറിയോ? എനിക്കൊന്നുമില്ലമ്മേ. ഈ താര മേക്കപ്പ് ഇടാതെ നിൽക്കുന്ന കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ച് പനിച്ചു, അത്രേ ഉള്ളൂ. എഴുന്നേക്കാൻ വയ്യെങ്കിലും കോമഡിക്ക് ഒരു കുറവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലിയൊരു വഴക്ക് വേണ്ട. മോളെ, മോളെ എന്ത് ഭക്ഷണം കഴിക്കും? വേണ്ടമ്മ, ഞാൻ കഴിക്കുന്നില്ല. മോളെ, ആഹാരത്തിനോട് വാശി വേണ്ട. വ്രതം മുറിഞ്ഞു പോയത് സാരിയില്ല. നമുക്ക് അടുത്ത വർഷം നോക്കാം. ഇല്ലമ്മ, നിർത്തിയെടുത്തുനിന്ന് തന്നെ എനിക്ക് വീണ്ടും തുടങ്ങണം. വ്രതം ഞാൻ തുടരാൻ തീരുമാനിച്ചു. മോളെ, നിന്നെ കൊണ്ട് അതിന് പറ്റുമോ? ഇപ്പൊ തന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മ വിഷമിക്കണ്ട അമ്മ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല.
ഈ വ്രതം ഞാൻ പൂർത്തിയാക്കും. അമ്മയുടെ മകൻ വന്ന് മധുരം തന്ന ഉപവാസം അവസാനിപ്പിക്കുന്നതുവരെ ഞാൻ ഈ വ്രതം ഇരിക്കും. വന്നില്ലെങ്കിൽ എന്റെ മരണം വരെ. മോളെ, എന്റെ കണ്ണ, വ്രതം പൂർത്തിയാക്കാൻ എന്റെ മോക്ക് ശക്തി കൊടുക്കണേ കൃഷ്ണ. അമ്മയ്ക്ക് സന്തോഷായി മോളെ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ വ്രതം ഏറ്റെടുത്തതെങ്കിലും ഇപ്പൊ എനിക്കൊരു വാശിയുണ്ട്. എന്റെ ഭർത്താവ് തിരികെ വന്ന് എനിക്ക് മധുരം തരും. അത് കാണാൻ നീയൊക്കെ കാത്തിരുന്നു. മോളെ, 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 മോളെ ജ്യോതി മോളെ, എഴുന്നേക്ക്. എന്ത് പറ്റി മോളെ? എഴുന്നേറ്റ് പതുക്കെ, പതുക്കെ. ഇല്ലമ്മേ, എനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മോളെ, അവന് വേണ്ടി കാത്തിരുന്ന മതി. ദുഷ്ടനാണ് അവൻ. ഇല്ലെങ്കിൽ അവൻ ഇതിനകം വന്നേനെ. ഞാൻ എത്ര വട്ടം വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. അവൻ മനഃപൂർവ്വം ചെയ്യുന്ന ഇത്. മോള് വാ, അമ്മ മധുരം തരാം. ഉപവാസം നിർത്തി മോള് വന്ന് ഭക്ഷണം കഴിക്കേ. ഇല്ലമ്മേ, എന്ത് തന്നെ സംഭവിച്ചാലും ഡിക്ക് വന്ന് മധുരം തരാതെ ഞാൻ ഈ ഉപവാസം അവസാനിപ്പിക്കില്ല. അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ. അതെ, ഞാൻ അവനെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. മോളവിടെ ഇരിക്കേ. സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ വരാം. കണ്ണാ, തല നേരെ നിൽക്കുന്നില്ലല്ലോ. തൊണ്ടയൊക്കെ വല്ലാതെ വരളുന്നു. ഇതെന്ത് ഇരുട്ടുപോലെ? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കാഴ്ച പോയോ? അതോ കാരണം ഞാൻ മരിച്ചുപോയോ? പോത്തിന് പുറത്ത് വന്ന കാലനാണോ എന്നെ കൊണ്ടുവന്നേ? അല്ല, ഒരു എരുമയെ ഞാൻ ചുമന്നോണ്ട് പോവാ. ബോധം കെട്ട് കിടന്നാലും വിവരക്കേട് വിളമ്പാൻ നല്ല മിടുക്ക. എന്തായി കാണുന്നത്? സ്വപ്നമാണോ മായേച്ചി?
അവളെ ഇഷ്ടമല്ലെന്നും വെറുപ്പാണെന്നും പറയും. എന്നിട്ട് ദോ അതുപോലെ വാരിയെടുക്കും. ഛേ, ഈ DKയുടെ വാക്കിന് ഒരു വിലയില്ല. മൈലിക്കിൽ കണ്ണാ, നീ എല്ലാം മംഗളമാക്കി തന്നു. ഹോ. കൊള്ളാം, നല്ല സൂപ്പർ പായസം. ദൈവമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ല. നിങ്ങൾ എന്നെ പട്ടിണിക്കിടാൻ നോക്കി, പക്ഷെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പായസം നൽകിപ്പിച്ച് ദൈവം എന്റെ ഉപവാസം അവസാനിപ്പിച്ചു. ഞാൻ ജയിച്ചു. ഹലോ ഹിറ്റ്ലർ, ഞാൻ ജയിച്ചോന്ന്. ഹലോ, ഇങ്ങനെ സ്റ്റാച്ചു പോലെ എത്ര നേരം നിൽക്കാനാണ് പരിപാടി? ഇപ്പൊ നിങ്ങളെ കണ്ട റിപ്പബ്ലിക് ദിനത്തിൽ റാലിക്ക് കൊണ്ടുവന്ന പ്രതിമയാണെന്നേ തോന്നുള്ളൂ. അതിങ്ങ് തന്നേ. പായസം, ഇത് പായസം, പാൽപായസം. പായസം, ഇത് പായസം, പായസം, ഇത് പായസം, പാൽപായസം. പുഞ്ചിരിച്ച് പാലൊഴിച്ച് തേനൊഴിച്ച് നെയ്യൊഴിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം. പായസം, ഇത് പായസം, പാൽപായസം. നിങ്ങൾ എന്നെ പട്ടിണിക്കിടാൻ നോക്കി, പക്ഷെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പായസം നൽകിപ്പിച്ച് ദൈവം എന്റെ ഉപവാസം അവസാനിപ്പിച്ചു. എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഈ ഗൂഢനീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കൂ, നാട്ടുകാരെ തോൽപ്പിക്കൂ. ഇത് കൊള്ളാം, നിന്റെ അഭിനയം സൂപ്പർ. ആണോ? എല്ലാരും അത് പറയാറുണ്ട്. എന്ത്? എന്റെ അഭിനയം സൂപ്പറാണെന്ന്. പക്ഷേ യഥാർത്ഥ അഭിനയം നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ മരുമക്കളെ. ഞാനേ അഭിനയത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണെന്നാ എന്റെ ആരാധകരൊക്കെ പറയുന്നു. ടാങ്കില് വെള്ളം സൂക്ഷിച്ചിരിക്കുന്ന പോലെ ഞാൻ എന്റെ കണ്ണിൽ കണ്ണീര് സൂക്ഷിച്ചു വെക്കും. ചിലപ്പോ കരയും, ചിലപ്പോ ചിരിക്കും, ചിലപ്പോ തീ പോലെ ആള് കത്തും. അല്ലാതെ ആർക്കു മുന്നിലും അഭിമാനം പണയം വെച്ച് തലകുനിച്ച് നിൽക്കില്ല. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള പണിയാണല്ലോ നിങ്ങൾ കാണിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കും, നല്ല സുഭിക്ഷമായിട്ട് തന്നെ കഴിക്കും. അത് തടയാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല മരുമക്കളെ. നീ എന്താ ഈ രാത്രി അടുക്കള കയറി കുക്ക് ചെയ്ത് കഴിക്കോ? എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പായസം ഉണ്ടാക്കിയപ്പോ തന്നെ അടുക്കള നീ തലകുത്തനെ മറിച്ചു. ഇനി ഈ കുക്കിംഗ് കൂടി ചെയ്താ എന്താവുമെന്ന് അറിയണം. നിങ്ങളൊക്കെ ഏത് കാലത്തുള്ളതാ? ഇനി ഈ ബേക്കറിക്കാരി ഇവിടെ നിന്ന അമ്മയും വസുന്ധരാദേവിയും എല്ലാം ചേർന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവളെ എന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. അത് പാടില്ല. എത്രയും പെട്ടെന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. ചെയ്ത തെറ്റുകൾ സ്വയം സമ്മതിച്ച് അവൾ ഈ അമരാവതിയിൽ നിന്ന് പോയേ തീരൂ. ഈ പൂജയും വഴിപാടുകളുമെല്ലാം അമ്മ പ്ലാൻ ചെയ്യുന്നത് സുപ്രിയയ്ക്ക് പകരം ആ ബേക്കറിക്കാരിയെ എന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാനാ. അത് ഞാൻ സമ്മതിക്കില്ല. സുപ്രിയ മനസ്സിൽ നിന്നില്ലാതായാൽ അന്നെന്റെ മരണമാണ്. ഇനി കോമാളി വേഷം കെട്ടാൻ വയ്യ. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ.
നീ ബേക്കറിക്കാരി, നീ എന്താ ഈ കാണിക്കുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കോ. ബെഡ്റൂമിനകത്താണോ ഭക്ഷണം കഴിക്കുന്നത്? അത് ബെഡ്റൂമിൽ നിന്ന് കഴിക്കാൻ പാടില്ലേ? അത് കഴിച്ചാൽ ഇനി ഇറങ്ങൂലേ? അതോ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിനും ഞാൻ തനിക്ക് സർവീസ് ടാക്സും GST ഒക്കെ തരണോ? ഹലോ, ആരും കഴിക്കുന്നവരെ ശല്യപ്പെടുത്തുന്നു കേട്ടിട്ടില്ല. ആ മര്യാദയെങ്കിലും കാണിക്കണം. ഫുഡ് കഴിക്കേണ്ടത് ഡൈനിങ് ടേബിൾ വെച്ചാ, അല്ലാതെ ബെഡ്റൂമിലല്ല. നിനക്ക് മാനേഴ്സ് എന്താന്ന് അറിയില്ലേ? ദൈവമേ, ഇങ്ങനെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങോ എന്തോ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ ഹിറ്റ്ലറുടെ മുന്നിൽ ചെല്ലുക? ആഹാരം ദഹിച്ചില്ലെന്ന് എങ്ങനെ പറയും? എന്റെ ഈശ്വര, ആ ഹിറ്റ്ലർ എന്നെ പ്രാഗിയതാണോ അതോ കണ്ണു വെച്ചതാണോ? എന്തായാലും തവളയെ വിഴുങ്ങിയ നീർക്കോലി പോലെയായി. പോയി കിടന്നു നോക്കാം, കണ്ണടച്ച് കിടന്നു നോക്കാം. എന്റെ ഈശ്വര, ഉറക്കം വരണേ. എന്തൊരു തണുപ്പ്! ഇയാൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ എന്തോ. ഹിമകരടിയുടെ ജന്മാണോ? മിസ്റ്റർ ഹിറ്റ്ലറെ, എല്ലാ ദിവസവും താൻ AC എന്നെ കൊല്ലാൻ നോക്കുന്നതല്ലേ? ഇന്ന് ഞാനത് ഓഫ് ചെയ്യും, എന്നിട്ട് റിമോട്ടും ഒളിപ്പിച്ചു വെക്കും. താൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് എനിക്കൊന്ന് അറിയണം. തന്നെ ഞാൻ ഈ മുറിയിൽ നിന്ന് ഓടിക്കും, എന്നിട്ട് ഞാൻ ഈ ബെഡിൽ കിടന്നുറങ്ങും. ഞാന് അപ്പുറത്തൂടി വരാം. അമ്മേ, നിലവിളിച്ചിട്ട് പേടികൊണ്ട് ശബ്ദം പുറത്തേക്ക് വരണില്ല. ഇയാൾ എന്നെ കൊല്ലും ഉറപ്പ്. ഞാൻ എന്ത് ചെയ്യും? ഇന്നെന്റെ മരണം ഉറപ്പായി. രാമ 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 രാമ. ഇതെന്തൊരു ക്രൂരനാ ഇയാള്! തോന്നി കാട്ടുപോത്തും ഇട്ടാ. അയ്യോ, ഈശ്വര, ഇന്നലെ ആഹാരം കഴിച്ച് ക്ലീൻ ചെയ്തപ്പോ ഈ ഷൂ ഞാൻ കണ്ടില്ല. ഇന്നയാൾ എന്നെ റോക്കറ്റ് കയറ്റി മുകളിലേക്ക് അയക്കും. സത്യം പറയടി, ആരാ എന്റെ ഷൂ ഇങ്ങനെ ആക്കിയത്? എടി ചോദിച്ചില്ലേ?
എങ്ങനെയാ എന്റെ ഷൂസിൽ ഈ വേസ്റ്റ് വന്നതെന്ന്. ഇങ്ങനെ നടന്ന് ബഹളം വെക്കണ്ട. ഇന്നലെ ഭക്ഷണം കഴിക്കാനായിട്ട് ചിക്കൻ കറിയുടെ കവർ ഒട്ടിച്ചപ്പോ തെറിച്ച് വീണതാ. ചിക്കനൊക്കെ എല്ലി നിന്നു. ഇപ്പൊ എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. അത് മാത്രമല്ലല്ലോ, നീ ഇന്നലെ ഈ റൂമിലല്ലേ വോമിറ്റ് ചെയ്തത്? അയ്യോ, നീ ഇവിടെ ഛർദിക്കുകയും ചെയ്തു. യു ഡർട്ടി ബേക്കറി. നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആ ഷൂസിന്റെ വില എത്രയാണെന്ന് അറിയോ നിനക്ക്? ഇത് നിന്നെ പോലെ ലോക്കൽ അല്ല. എന്റെ ഷൂസിനകത്ത് ഛർദിച്ചു വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി? ധൈര്യമായിട്ടിരിക്കേ, അമ്മ കൂടെയുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ. ആരെങ്കിലും എന്നെ 10 പറഞ്ഞാ അവരെ പിന്നെ 100 തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ വരില്ലായിരുന്നു. എന്നെ വഴക്ക് പറയുന്നവരോട് എനിക്ക് വല്ലാത്തൊരു വാശിയായിരുന്നു. പക്ഷേ ഇപ്പൊ അതൊക്കെ എങ്ങോട്ടോ പോയി. ദിവസവും ഹിറ്റ്ലറിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നു. എന്നിട്ട് അതൊന്നും എന്നെ അല്ല പറഞ്ഞതെന്ന മട്ടിൽ അങ്ങ് അഭിനയിച്ച് നടക്കുക. അതങ്ങനെയാ ബേട്ടി. വേറെ ആരെങ്കിലും പറഞ്ഞാ നിനക്ക് ഈ സങ്കടം വരില്ല. എന്നുവെച്ചാ അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ നിനക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഭർത്താവേ ഇപ്പൊ വിളിച്ചിരുന്നു. ആര്? അമ്മയുടെ ഹിറ്റ്ലർ മോനോ? എന്തിന്? അവനെ ഒരു ഫയൽ ഓഫീസിൽ കൊണ്ടുപോകാൻ മറന്നുപോയി. ഒരു ബ്ലൂ കളർ ഫയൽ. ആ ഫയലൊന്ന് മോൾ ഓഫീസിൽ കൊണ്ടു ചെന്ന് കൊടുക്കണം. ആര്? വേറെ ആര്? നീ തന്നെ. നീയല്ലേ അവന്റെ ഭാര്യ. എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നേച്ചാ മതി. ഉടനെ തന്നെ കിട്ടും അടുത്ത ചീത്തവിളി. പറന്നു പോകുന്ന കാക്കയെ ഏണി വെച്ച് പിടിക്കണോ അമ്മേ? കാക്കയെ പിടിക്കണ്ട, പക്ഷെ കുതിരയെ പിടിച്ചു കെട്ടണം. ഏത് കുതിര? നിന്റെ ഭർത്താവെന്ന് പറയുന്ന പടക്കുതിരയെ നീ പിടിച്ചു കെട്ടണം. നീ പറയുന്നിടത്ത് അവ നിൽക്കുകയും ഇരിക്കുകയും വേണം. അവസരം കിട്ടിയാ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളാ അമ്മയുടെ ഹിറ്റ്ലർ കുതിര. അതിനെ മെരുക്കാനുള്ള അവസരമാണ് ഞാൻ പറഞ്ഞ നീല ഫയൽ. അതൊക്കെ വേണോ അമ്മേ? ഡോൺ വറി മോളെ, ഐ മാനേജ്. അവിടെ ചെല്ലുമ്പം അവൻ നിന്നെ വഴക്ക് പറഞ്ഞല്ലേ, കൂൾ മദർ, നീ എന്നെ വിളിക്ക്. അവനെ ഈ മദർ ശരിയാക്കി തരാം. കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പിന്നെ മോനെ ശരിയാക്കിട്ട് എന്താ കാര്യം? എന്റെ അമ്മോ, 7 ആറ്റിപ്പോയി കുളിച്ചാലും പോവാത്ത ചീത്തയല്ലേ അമ്മയുടെ പുന്നാര ഹിറ്റ്ലർ മുൻ പറയുന്നത്. ഇന്നിവിടെ ഹിറ്റ്ലറെ കൊടിച്ച് കീറും. പിടിക്ക്, കൊണ്ടേ കൊടുക്ക്. പിടിക്കുമോളെ. ഈശ്വരാ, അവളത് തുറന്നു നോക്കൂ. ഓ, പണി പാളി, എല്ലാം പൊളിയും. ഇവിടുത്തെ തുറക്കാൻ പോവാണല്ലോ. വേണ്ടി ഇനി എന്താ നിൽക്കുന്നത്? ഫാസ്റ്റ് സ്പീഡിൽ ചെലുത്തി. ഇനി ലേറ്റ് ആവണ്ട. ഇപ്പൊ തന്നെ ഗോ. റെഡി സ്റ്റഡി ഗോ. പൊളിച്ചു. ഓപ്പറേഷൻ സക്സസ്. ഇനി അടിയുടെ ഇടിയുടെ പൊടി പൂജം. ഇന്ന് പാവം ബേക്കറിക്കാരി പ്ലിങ്ങാവും. നിക്കവിടെ. എന്താ ഇത്? നിങ്ങൾ ആവശ്യപ്പെട്ട ഫയല്. ഫയൽ കൊണ്ടുവരാൻ ഞാൻ അമ്മയോടല്ലേ പറഞ്ഞു? അമ്മ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ DKയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഷൈൻ ചെയ്യാമെന്നല്ല. കൊള്ളാം നിന്റെ മോഹം. ഓ പിന്നെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ എന്നെ അറിയാത്തത്? പിന്നെ ഇപ്പൊ എന്നെ കണ്ട അവർക്കെല്ലാം എന്നോട് സഹതാപം മാത്രമേ തോന്നൂ. സഹതാപോ? എന്തിന്? അതും നിന്നെ പോലൊരു ലേഡി മാൻഡ്രേക്കിനോട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. അല്ല പിന്നെ, നിങ്ങളെ പോലൊരു രാക്ഷസന്റെ ഭാര്യയായിട്ട് മാടപ്രാവിനെ പോലെയുള്ള ഈ കുട്ടിക്ക് ജീവിക്കേണ്ടി വന്നല്ലോ എന്നോർത്താ
അവർക്കെല്ലാം സഹതാപം തോന്നുന്നു. മാടപ്രാവ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ പൊടി കൊടുത്തു. അലറണ്ട. അമ്മ പറഞ്ഞു ഫയല് കൊണ്ടുവന്ന് തന്നു. ഇനി ഞാൻ എന്റെ വഴിക്ക് പോവാ. ഗുഡ് ബൈ. എടി ലേഡി മാൻഡ്രേക്കെ, എന്താ ഇത്? പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് രാക്ഷസൻ തുടങ്ങിയല്ല. ചോദിച്ചു കേട്ടില്ലേ? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് ഏത് ഫയലാ? നീ ഇപ്പൊ ഏത് ഫയലാ കൊണ്ടുവന്നിരിക്കുന്നത്? ബ്ലൂ ഫയല്. എന്താ ഇത് ബ്ലൂ അല്ലേ? ഇതിനകത്തുള്ള പേപ്പേഴ്സ് എവിടെ? നീ എന്താ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ എന്തെഴുതാനാ? ഇത് നിങ്ങളുടെ ഫയലല്ലേ? ജ്യോതി എവിടെ? അവള് കിച്ചണിൽ നിൽപ്പുണ്ട്. ഞാൻ വിളിച്ചതാ അമ്മ. വിശപ്പുണ്ടെങ്കി വരട്ടെ. ആ നിക്ക് 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 കഴിക്കാൻ വരട്ടെ. ബേട്ടി, വാട്ട് ഈസ് ദിസ് കാസറോൾ? ഇതിനകത്ത് എന്താ? ഇതിനകത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് അമ്മ. DK റെസ്റ്റോറന്റിൽ കിട്ടുന്ന ഫുഡിനേക്കാൾ ടേസ്റ്റി ഫുഡാ ഇത്. ഇത് ഞാൻ വാങ്ങിയതേ സ്ട്രീറ്റിലെ ഒരു ചെറിയ കടയിന്നാ. കടയിൽ നിന്നോ? കടയിൽ നിന്ന് വാങ്ങിയതോ അതോ നീ ഉണ്ടാക്കിയതോ? നിന്റെ എക്സ്പെരിമെന്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട. വയറ് കേടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എക്സ്പെരിമെന്റ് അല്ല, എന്റെ ഡിസ്കവറിയാ. ഇത് കഴിച്ചാൽ ആശുപത്രിയിൽ നിന്ന് റിക്കവറി ആവാൻ എത്ര ദിവസം എടുക്കും? ആദ്യം നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക്, എന്നിട്ട് സംസാരിക്കേ. ബേട്ടാ, ആശുപത്രി ഒന്നും പോകേണ്ടി വരില്ല. സോറി അമ്മേ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം മതി. ഞങ്ങൾക്ക് കുറച്ചു നാളുകൂടി ജീവിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ? ജ്യോതി വിളമ്പിക്കോളൂ. ഷോപ്പ് നമ്പർ 22, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. ഇതാണ് കടയുടെ വിലാസം. ഇനി ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം. കഴിച്ചു നോക്കൂ. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും നമ്മൾ കൊടുത്തയക്കുന്ന ഫുഡ് എത്തുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ നിങ്ങൾ? ചാരിറ്റിക്ക് കൊടുത്തേക്കുന്ന ഫുഡ് റൂട്ട് മാറി ഇതുപോലുള്ള ചെറിയ കടകളിൽ ചെന്ന് എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ എന്ത് ഹോട്ടൽ മാനേജ്മെന്റാ നിങ്ങൾ നടത്തുന്നത്? നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ ഇങ്ങനൊരു കള്ളത്തരം നടന്നിട്ട് ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം. DK, നമ്മുടെ ജോലിക്കാരെങ്കിലും ഇങ്ങനൊരു ഫ്രോഡ് പണി ചെയ്യുമെന്ന് ഇതുവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. Shut up. പിന്നെ ഇവളെങ്ങനെ അത് കണ്ടുപിടിച്ചു? സാമാന്യ ബുദ്ധി എന്നൊന്നും നിങ്ങൾക്കില്ലേ? ഇത്ര കാലം നിങ്ങളെ വിശ്വസിച്ച ഞാൻ വെറും മണ്ടൻ. എന്റെ റെസ്റ്റോറന്റിൽ ഇത്ര വലിയ കള്ളത്തരം നടന്നിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. ഇന്നലെ വന്ന ഇവള് ഇത് സിമ്പിളായി കണ്ടുപിടിച്ചു. എന്നിട്ടും നിങ്ങളിതൊന്നും അറിഞ്ഞില്ല. ഐ ആം സോറി DK. ഇനി മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം DK. വേണ്ട, നിങ്ങളെ മാത്രം വിശ്വസിച്ച് റെസ്റ്റോറന്റ് നടത്താൻ ഇനി ഞാൻ തയ്യാറല്ല. ഇതെല്ലാം നോക്കാൻ എനിക്കറിയാം. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് വരണമെന്നില്ല. മോനെ, നോ, അമ്മ ഇതിൽ ഇടപെടരുത്. ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വരികയും ചെയ്യരുത്. ബിസിനസ്സിൽ യാതൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഇതിനേക്കാൾ ഭേദം ആ റെസ്റ്റോറന്റിൽ നിങ്ങൾ ചെയ്തിരുന്ന ജോലി ഇവളെ ഏൽപ്പിക്കുന്നതാ. ആ, ഭാര്യമാരുടെ കൂടെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ലെന്നല്ലേ എപ്പോഴും പരാതി പറയുന്നത്. ഇനി കുറച്ചു കാലം
അവരോടൊപ്പം ഇരിക്കുന്ന നല്ലത്. ഹോട്ടലിലെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് നോക്കിക്കോളാം. നാളെ മുതൽ രണ്ടുപേരും ലോങ് ലീവ് എടുത്തോളൂ. ഇവൾ ഒറ്റ ഒരുത്തിയായി എല്ലാത്തിനും കാരണം. നോ അമ്മേ, നോ ആർഗ്യുമെന്റ്സ്. ഹലോ അച്ഛാ. മോളെ, നിനക്ക് സുഖമാണോ മോളെ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതിരുന്നാ മതി. അതൊക്കെ അച്ഛനവിടെ വന്നപ്പോ മനസ്സിലായി. എല്ലാ അച്ഛൻ നേരിട്ട് കണ്ടതല്ലേ. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞതല്ലേ, അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യല്ലേ. ഇപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലത്തെ ജോലികൾ ചെയ്യാറില്ലേ? ഇതും അതുപോലെ കണ്ടാ മതി. അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് മോൾ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. ആ മരുമക്കൾ കാരണം നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ മോളെ? അച്ഛൻ എന്നെ കുറിച്ച് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. ഇതേ ജ്യോതിയ, അച്ഛന്റെ മോൾ. അവരെത്ര കില്ലാടികളായാലും എന്റെ മുന്നിൽ പൂച്ചയാ. ഞാനേ അവരുടെ അമ്മായിയമ്മയാ. അമ്മായിയമ്മയുടെ പവർ എന്താന്ന് അച്ഛനറിയില്ലേ? അതൊക്കെ അച്ഛൻ സമ്മതിക്കാം. പക്ഷേ നിന്റെ ഭർത്താവിന്റെ കാര്യമോ? അവൻ നിന്നോട് സ്നേഹമായിട്ടാണോ മോളെ പെരുമാറുന്നത്? എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? അതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും അച്ഛാ. പക്ഷെ എന്നാലും എന്നോടിപ്പോ പഴയതുപോലെയുള്ള ഇഷ്ടക്കുറവൊന്നുമില്ല. മതി, അത് കേട്ടാ മതി. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് മരിച്ചാ മതി. അച്ഛൻ ചുമ്മാ വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ, പറഞ്ഞേക്കാം. ദേ ഞാൻ വയ്ക്കുവാ. ഇനി അച്ഛൻ കരയും. വച്ചിട്ട് പോയെ 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 പോയെ. ഈശ്വര, ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അച്ഛനോട് ഞാൻ എങ്ങനെയാ പറയാ? അച്ഛൻ ജയിലിലാകാതിരിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ഇതെന്ന് അച്ഛൻ അറിയുമ്പോ എന്താവും അവസ്ഥ? ഓ, അവളെ കൊണ്ട് ദീപാവലി പൂജ ചെയ്യിക്കാനാ അമ്മയുടെ മനസ്സിലിരിപ്പ്. അമ്മ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ എന്റെ തോന്നല്. എങ്കിൽ അവളത് ചെയ്ത് കോളമാക്കിയത്. എന്നാലും അമ്മ അവളെ ന്യായീകരിക്കും. അതാ അമ്മയുടെ സ്വഭാവം. എന്റെ മായച്ചി എല്ലാ കൊല്ലവും ദീപാവലിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതൊക്കെ ഇനി പഴങ്കഥയാവും. മായച്ചി ചെയ്തിരുന്ന കാര്യങ്ങൾ ഓരോന്നായി അമ്മ അവൾക്ക് എടുത്തു കൊടുക്കാൻ തുടങ്ങി. ദീപാവലിക്ക് അങ്ങനെ തന്നെ സംഭവിച്ചാൽ അതോടെ അമരാവതിയിലെ മായച്ചിയുടെ അധികാരത്തിന്റെ അവസാനാവും. അവളെ, ആ ബേക്കറിക്കാരിയെ അമ്മ സർവാധികാരിയായി വാഴിക്കുകയും ചെയ്യും. അതിനുള്ള മുന്നൊരുക്കം തന്നെയായി ദീപാവലി. നാണമില്ലേ നിനക്കിങ്ങനെ പറയാൻ? വിരുന്നിന് മരുമകനെ ക്ഷണിച്ച് കടം തീർക്കാനുള്ള നാണം കെട്ട ബുദ്ധി. മേലിൽ ഇതുപോലുള്ള ബുദ്ധിയായിട്ട് എന്റെ മുന്നിൽ വന്ന ഇല്ല, വരുന്നില്ല. മരുമകൻ അറിയാതെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങ് അടച്ചേക്ക്. ദേ മനുഷ്യ, വീട് ബാങ്കുകാർ കൊണ്ടുപോകാൻ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഈ ലോൺ അടയ്ക്കും? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഈ വീട് ജപ്തി ചെയ്താലും വിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓർത്തോ. എന്നാലും അത് വേണ്ട ശാരദേ. അതിന്റെ കുറച്ച് നമ്മുടെ മൂക്ക. നിങ്ങളുടെ പൊന്നുമോൾക്ക് കുറച്ചിലുണ്ടാവാതിരിക്കാൻ തെരുവിലോട്ട് ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. വിരുന്നിന് വിളിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ദീപാവലിക്ക് അവിടെ ചെല്ലുമ്പോ DKയോട് ഞാൻ നേരിട്ട് പറയും. DK പണം തരും, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങും. എന്നിട്ട് ലോൺ അടയ്ക്കുകയും ചെയ്യും. അച്ഛനും മോളും കൂടി തടയാൻ പറ്റുമെങ്കിൽ നോക്ക്. തന്റെ മോളും കണക്കാം. ഈ ദീപാവലി അമ്മ പൊളിച്ച് കൈ തരും. അച്ഛൻ നോക്കിക്കോ. ഈ ദീപാവലിക്ക് പൂജ ചെയ്യാൻ അമ്മ മായയെ അനുവദിക്കണം. മായയ്ക്ക് നല്ല കഴിവുണ്ട്. എല്ലാം നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ഇതുവരെ എല്ലാ ദീപാവലിക്കും പൂജ ചെയ്തുകൊണ്ടിരുന്നത് മായയല്ലേ. ഞാൻ വന്നതുകൊണ്ട് അവളെ മാറ്റി നിർത്തിയ അവളുടെ മനസ്സ് വേദനിക്കും. ഞാൻ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ കാരണം ആരുടെ മനസ്സ് വേദനിക്കുന്നത് എനിക്കിഷ്ടല്ലമ്മേ. നീ പൂജ നന്നായി ചെയ്യോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നീ എല്ലാവരെയും നല്ലതുപോലെ മനസ്സിലാക്കുന്നു. ഇതുപോലെയുള്ള മരുമക്കളെയാ ഞാൻ ആഗ്രഹിച്ചത്. മായിസെ വെരി മിടുക്കി. അവളെല്ലാം കൂട്ടായിട്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയും നാള് അവളാ ചെയ്തത്. ഇപ്പൊ നീ വന്നപ്പോ അവിടെ ഭാരം കുറയട്ടെ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. നീ പറഞ്ഞാ ശരി. മായ തന്നെ ഈ ദീപാവലിക്ക് പൂജ ചെയ്യട്ടെ. പക്ഷേ ഇത്രയൊക്കെ നന്മയുള്ള നിന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അത് മനസ്സിലായാൽ അന്ന് ഈ വീട് സ്വർഗമാവും. കണ്ണാ, അങ്ങനെ സംഭവിച്ചാ മതിയാൻ. ഗുരുവായൂരപ്പാ.